കർത്തൃസന്നിധിയിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ, മറ്റ് കടന്നു വന്നിരിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകുടുംബങ്ങൾക്കും വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. I greet you all in the name of our Lord and Savior, all the pastors and all the blessed believers. കടന്നു വന്ന നിമിഷം മുതൽ ഇതുവരെ ആ ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാൻ, ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഇതുവരെ ആയിരിക്കാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്തല്ലോ. We were able to enjoy the presence of the Holy Spirit from the moment we entered here. അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം കർത്താവിൻ്റെ ദാസനിലൂടെ നമുക്ക് രാപ്പകൽക്കാലം നൽകി തന്നു. We listened to a blessed psalms read by the servant of God. അനുഗ്രഹിക്കപ്പെട്ട കൊയറിനോട് ചേർന്ന് ആത്മാവിൽ പാടുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് ഇന്ന് പകൽക്കാലം ഭാഗ്യം തന്നു. We were able to sing with the blessed choir. അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയെ ഇന്ന് ദൈവസന്നിധിയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മുടെ സഭയ്ക്ക് ഭാഗ്യം തന്നു. The Lord blessed us, enabled us to dedicate one of our younger generations today. ഇതെല്ലാം ഞാനും നിങ്ങളും അനുഭവിക്കുമ്പോൾ ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്ന്, ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു, ദൈവം നമ്മെ കരുതുന്നു എന്നുള്ളതിനൊരു മുൻകുറിയാണ്. This is all pointing to the fact that our Lord loves us. ഒരു യോഗ്യതയില്ലാതിരുന്ന സ്ഥാനത്ത് നമ്മെ ഇത്രത്തോളം കൊണ്ടുവന്ന് നമ്മെ നിർത്തിയ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും സ്തുതി വരികയില്ല. The Lord, hallelujah, Lord's glory should never end because we don't deserve this. ദൈവമക്കളെ, നമ്മുടെ അർഹത കൊണ്ടോ കഴിവ് കൊണ്ടോ മിടുക്ക് കൊണ്ടോ ഭക്തി കൊണ്ടോ നമ്മൾ പഠിച്ച വിദ്യാഭ്യാസത്തിന്റെ യോഗ്യത കൊണ്ടോ അല്ല നാം ഇന്ന് പകൽക്കാലം ഇവിടെ ആയിരിക്കുന്നത്. We are not here because of any of our qualifications. കഴിഞ്ഞ 7 ദിവസം കൊണ്ട് ആയിരക്കണക്കിന് ജീവിതങ്ങൾ ഈ ലോകത്തിൽ നിന്ന് മരണം വഴിയായി, യുദ്ധം വഴിയായി, മരണം വഴിയായി ലോകം വിട്ട് മടങ്ങിപ്പോയപ്പോൾ thousands have been departed from this earth in this past week due to many trouble. അനേക ഭവനങ്ങൾ തലമുറയെ ഓർത്ത്, അനേക ഭവനങ്ങൾ മാതാപിതാക്കളെ ഓർത്ത് അവരുടെ അവസ്ഥ എങ്ങനെയാണെന്ന് ദുഃഖിച്ച് കണ്ണുനീരിലും നെടുവീർപ്പിലും ആയിരിക്കുമ്പോൾ, And many people are worrying and in trouble, thinking and worrying about their generations. എന്നെയും നിങ്ങളെയും ഒരു കൺമണി പോലെ കർത്താവ് ഒരു ദിവസം കൂടി പരിപാലിച്ച ദൈവത്തിന് സ്തോത്രം ചെയ്യാം. Blessed us one more day on the face of this earth. ഈ 2026 3-ാം മാസം 8-ാം തീയതി വരെ നമ്മെ കാത്തു പരിപാലിച്ചു. 2026 March 8 we are here. മേശ നമ്മുടെ മധ്യത്തിൽ ഇന്ന് പകൽക്കാലമുണ്ട്. We have the table of the Lord before us. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. Let us be in the presence of God with a prayer. ദൈവം ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം നമ്മോട് സംസാരിക്കണമേ എന്ന് ഹല്ലേലൂയ ഒരു പ്രാർത്ഥനയോടെ. Let us be here with a prayer that the Lord please bless us. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാം ആയിരുന്ന സ്ഥലങ്ങളിൽ നമ്മെ പരിപാലിച്ച് ദൈവം ഇന്ന് പകൽക്കാലം നമ്മോടൊന്ന് ഇടപെടുവാൻ, നമ്മുടെ അവസ്ഥയനുസരിച്ച് നമ്മോടൊന്ന് സംസാരിക്കാൻ വേണ്ടി നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കാം. Let us surrender our hearts with a prayer that Lord speak to me today. ഞാൻ കൂടുതൽ സമയമെടുക്കത്തില്ല, അല്പസമയം എടുക്കും. അത് അല്ലെങ്കിൽ എല്ലാവരും ഹൃദയത്തെ ഇവിടെ തന്നെ പകർന്നുകൊണ്ടിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. I won't take much time. I will only take a short time, but I plead with you that I want your full attention today. ഞാൻ രാജസ്ഥാനിലായിരിക്കുമ്പോൾ 2 വർഷം 3 വർഷം കൂടുമ്പോൾ നാട്ടിലേക്ക് പോകുമ്പോൾ നേരത്തെ ടിക്കറ്റൊക്കെ ട്രെയിനിൽ ബുക്ക് ചെയ്യും. അല്ലെങ്കിൽ വണ്ടി വരുന്നതിന് 1 മണിക്കൂർ മുമ്പേ നമ്മൾ സ്റ്റേഷനിൽ പോയിരിക്കും. When I was in Rajasthan, when I go to Kerala, I will reserve my ticket, but before the train comes, an hour before the train comes, I will be at the railway station. ട്രെയിൻ വന്ന് നിന്നാലുടനെ നമ്മൾ നമ്മുടെ ലഗേജുകളെല്ലാം കയറ്റി ഹല്ലേലൂയ നമ്മുടെ സീറ്റിന്റെ കീഴിൽ അതിനെ ഉറപ്പ് വരുത്തി നമ്മൾ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. We will enter the compartment and we will take all our luggage and push it down under our seats and we will wait there. 3-ാമത്തെ ദിവസത്തിന്റെ പകുതി ആവുമ്പോഴേ നാം എഴുന്നേറ്റ് ഗേറ്റിന്റെ അടുത്ത് സാധനമായി നിൽക്കും. അതിന് മുമ്പ് 2 സ്റ്റേഷൻ കാണും ആൾക്കാർ ഇറങ്ങി. അതിന് മുമ്പ് നമ്മളിങ്ങനെ നിൽക്കുകയാണ് ഹല്ലേലൂയ പെട്ടെന്ന് ഇറങ്ങുവാൻ വേണ്ടി. Before our departure point or the point of where destination comes, so we are ready to bring out our luggage and everything at the door of the compartment. അതുപോലെയാണ് ഇന്ന് നമ്മളായിരിക്കുന്നത്. രാവിലെ ആലയത്തിലോട്ട് വരുവാൻ ഹല്ലേലൂയ ഭയങ്കര ഹല്ലേലൂയ തയ്യാറെടുപ്പാണ്. ഹല്ലേലൂയ അത് കഴിഞ്ഞ് എപ്പോൾ തിരിച്ചു പോകാനുള്ള ഒരു വെപ്രാളമാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. Many times we are happy to come here, but after the service we are in a hurry to leave. ഇന്ന് പകൽക്കാലം നമുക്കൊരു ഏകാഗ്ര ഹൃദയത്തോടെ ദൈവസന്നിധിയിലായിരിക്കാം. Let us be with a concentrated heart today. ഇന്ന് ഞാൻ സംസാരിക്കുന്ന വിഷയം, കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ മുമ്പിൽ എന്നെ ഭാരപ്പെടുത്തിയ ഒരു വിഷയത്തിന് മുമ്പിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് തന്നൊരു ഒരു വാക്യമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് മുമ്പിൽ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. I'm going to read with a verse the Lord spoke to me because I was in the midst of some trouble last week. നമ്മുടെ ഏത് അവസ്ഥയിലും നമ്മെ സാന്ത്വനപ്പെടുത്തുന്ന വചനമാണ് ദൈവത്തിന്റെ വചനം. The Lord's word is
what comforts us in every situation in our life. അത് രോഗമാകട്ടെ, പ്രതിസന്ധിയാകട്ടെ, പ്രതികൂലങ്ങളാകട്ടെ, ഹല്ലേലൂയ, മറ്റുള്ളവരുടെ ഹല്ലേലൂയ മത്സര ബുദ്ധിയാകട്ടെ, അതിന്റെ മുമ്പിൽ നാം മറുപടി പറയുവാനല്ല, നാം ദൈവസന്നിധിയിൽ മുട്ടുമടക്കുമെങ്കിൽ, നാം ദൈവത്തോട് ചോദിക്കുമെങ്കിൽ തക്ക സമയത്ത് നമുക്ക് മറുപടി തരുവാൻ കഴിയുന്ന ഒരു വചനമാണ് നാം ഹല്ലേലൂയ നമ്മൾ ചുമക്കുന്ന സത്യദൈവ പുസ്തകം. Doesn't matter what the trouble we are facing or if we are facing problems from others, but if we kneel down before the Lord will speak to us His word and comfort us. ആ വാക്യമാണ് സങ്കീർത്തനം 136 23 വാക്യം. Psalms 136:23. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവനെ അവന്റെ ദയ നീക്കുമുള്ളത്. 136 23. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർക്കുന്ന ദൈവം, The Lord who remembers us in our humiliation. ദൈവമക്കളെ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, താഴ്ചകൾ കടന്നു വരുമ്പോൾ നമ്മുടെ കൂടെ നിന്നവർ, നമ്മുടെ അപ്പന്മാർ, നമ്മുടെ അമ്മമാർ, നമ്മുടെ സഹോദരന്മാർ, നമ്മുടെ സഹോദരിമാർ, നമ്മളെ അല്ലെങ്കിൽ ചാർച്ചക്കാര് നമ്മെ വിട്ടോടിപ്പോയെന്നിരിക്കാം, എന്നാൽ നമ്മെ ഓർക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലം എൻ്റെയും നിങ്ങളോടും കൂടെയുണ്ട്. Our loved ones, our parents, our brothers and sisters, they may all flee from us when we face humiliation, but there is a Lord God who will always stand with us whatever we face. നാം സ്നേഹിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ പോലും നമ്മെ വേർതിരിച്ച് കണ്ടെന്നിരിക്കാം, എന്നാൽ നമ്മെ കാണുന്ന ഒരു ദൈവം, അല്ലെങ്കിൽ അത്തിയുടെ മുമ്പിൽ അത്തിയുടെ ചുവട്ടിലിരുന്ന നഥനിയേലിനെ കണ്ട ദൈവം എന്നെയും നിങ്ങളെയും നാം ആയിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മെ കണ്ട് നമ്മെ കരുതുവാൻ, നമ്മെ താങ്ങുവാൻ, നമ്മെ ഉയർത്തുവാൻ തക്കവണ്ണം മതിയായ ഒരു ദൈവമാണ് ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങളും ആരാധിക്കുന്ന ദൈവം. The Lord God is a God who saw Nathaniel under the fig tree. Our brothers and sisters may flee from us when we face humiliation, but the Lord God will never do that. He will instead come and bless us. ഇന്ന് പകൽക്കാലം ഈ വചനവുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. I am speaking to you from my experience when I am sharing from this word. ദൈവമക്കളെ, ഞാനും നിങ്ങളും കരുതുന്ന ഹല്ലേലൂയ ബന്ധുക്കാരും ചാർച്ചക്കാരും സഹോദരങ്ങളും കൈവിട്ടെന്നിരിക്കാം, ഇന്ന് ഹല്ലേലൂയ നമ്മെ കണ്ട് ചിരിച്ചെന്നിരിക്കാം, ഇന്ന് നമ്മുടെ ഒപ്പം നിന്നിരിക്കാം. നാളെ ഒരു പ്രതിസന്ധി കടന്നു വരുമ്പോൾ, ഒരു പ്രതികൂലം കടന്നു വരുമ്പോൾ നമ്മെ വിട്ട് ഹല്ലേലൂയ മാറിപ്പോയെന്നിരിക്കാം. എന്നാൽ ഒരിക്കലും മാറാത്ത ഒരു ക്രിസ്തു, നമുക്ക് വേണ്ടി ജീവൻ തന്ന ഒരു നാഥൻ ഇന്ന് രാത്രി ഈ പകൽക്കാലം നമ്മോട് കൂടെയുണ്ട്. Our loved ones may stand with us right now, but we are not sure about their response tomorrow. But the Lord God never changes, but He will always stand with us. യോബിന്റെ അനുഭവം നാം എടുത്തു നോക്കുമ്പോൾ ഹല്ലേലൂയ തൻ്റെ നന്മയുടെ കാലത്ത്, തൻ്റെ സാമ്പത്തിക കാലത്ത്, തൻ്റെ സന്താപകാലല്ല നല്ല കാലത്ത് അവൻ്റെ ഭാര്യ, മക്കള്, സഹോദരങ്ങള്, ചാർച്ചക്കാര്, സ്നേഹിതര് എല്ലാവരും അവനെ ഉയർത്തുവാനുണ്ടായിരുന്നു, പുകഴ്ത്തുവാനുണ്ടായിരുന്നു, അവനോടൊപ്പം ഉണ്ടായിരുന്നു. In Job's good times, everybody around the land and in his family were surrounded around him, and they all loved him and they were all with him. എന്നാൽ യോബിന്റെ ജീവിതത്തിൽ, തൻ്റെ ജീവിതത്തിൽ ഒരു താഴ്ച കടന്നു വന്നപ്പോൾ, തൻ്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി കടന്നു വന്നപ്പോൾ, തൻ്റെ ജീവിതത്തിൽ തനിക്ക് താങ്ങാൻ കഴിയാത്ത ഒരവസ്ഥ കടന്നു വന്നപ്പോൾ ഹല്ലേലൂയ താങ്ങുവാൻ എൻ്റെ ദൈവമല്ലാതെ അവൻ്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. However, when he was humiliated and he was persecuted and he lost everything, there was only God who stood with him. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിന്റെ താഴ്ചയിൽ നിന്നെ ഓർക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലം നിന്നോട് കൂടെയുണ്ട്. My dear one, there is a God who stands with us in our humiliation. സഹോദരങ്ങൾ കൈവിട്ടാലും നീ ഭയപ്പെടരുത്, സഹോദരങ്ങൾ മറച്ചു വെച്ചാലും നീ കൈവിടരുത്, നീ ഭയപ്പെടരുത്. നിന്നെ ഓർക്കുന്നവൻ, നിന്നെ കരുതുന്നവൻ, നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്നവൻ, നിന്നെ സ്നേഹിക്കുന്നവൻ നിന്നോട് കൂടെയുണ്ട്. Do not fear if people walk away from you. The one who shall never leave you will always be by your side. യോബിന്റെ സ്നേഹിതർ വിചാരിച്ചു സകലവും നഷ്ടപ്പെട്ടു, യവൻ ഭക്തനെന്ന് നടിച്ചു നടന്നവനാണ്, യവനിൽ ഒന്നുമില്ല, യവൻ തകർന്നു, യവൻ ശൂന്യനാണ്, യവൻ ഇനി ഉയരുകയില്ല എന്ന് യോബിന്റെ സ്നേഹിതർ ചിന്തിച്ചപ്പോഴും അല്ല, അതിന്റെ നടുവില് യേശു ക്രിസ്തു അല്ലെങ്കിൽ ദൈവം അവനെ എഴുന്നേൽപ്പിച്ചു നിർത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയും. When Job's friends come, they think that he was just acting like a pious man. He lost everything and he is suffering. He is not going to ever come back. But the Lord God stood there with him.
എന്നോടൊരു ദേവദാസൻ പറഞ്ഞു, മാമച്ചനെ, നമുക്കൊരു പ്രതിസന്ധി വരുമ്പോൾ, ഒരാളൊരു ദോഷം ചെയ്യുമ്പോൾ നാം അവന് പകരം ചെയ്യാൻ പോകരുത്. പകരം ചെയ്താൽ ദൈവം അവന് പകരം കൊടുക്കത്തില്ല. നാം വിഷയം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ, നാം അവനെ ശിക്ഷിക്കാതെ നാം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ അവന് പ്രതികാരം കൊടുക്കുന്നൊരു ദൈവമുണ്ട്. Once a servant of God advised me, Mamajan, do not take revenge on somebody who hurt you. If you do something against that person, the Lord will not do anything there. However, if you forgive and you pray, the Lord will do his action. ഞാൻ 1986 ഈ വേദപുസ്തകം എടുത്താണ്. അന്ന് തൊട്ട് ദൈവം മാത്രമാണ് എന്നെ നടത്തുന്നത്. So I took up this Bible in 1986. From that time onwards to this day, it is only the Lord who has led me up to ഒരു here. യോഗ്യതയോ ഒരു പ്രശംസയോ എനിക്ക് പുകഴുവാൻ ഒന്നുമില്ല. I don't have anything to boast about myself. ഞാൻ നാളെ പറഞ്ഞതുപോലെ എൻ്റെ അപ്പൻ ഒരു കൂലിപ്പണിക്കാരനാണ്. As I said one time, my father was a manual laborer. 15ാമത്തെ വയസ്സിൽ ഞാനും ചുമടിന് പോയ ഒരു വ്യക്തിയാണ്. And 15 years of age, I also went to pick up burden. ഇവിടം വരെ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. I never thought I will reach into this point. എൻ്റെ അപ്പനും ഞാനും ഒരുമിച്ച് ഭാര ചുമക്കുമ്പോൾ അപ്പൻ ഓടി വന്ന് ഭാരം കുറഞ്ഞ കല്ലെടുത്ത് എൻ്റെ മോളിൽ വെക്കുമായിരുന്നു. When we would pick up rocks, my father will come and run to me, and he would always take a rock of a less weight and put it on me. എനിക്ക് താങ്ങാൻ കഴിയാവുന്ന ഒരു ഭാരത്തെ കുറിച്ച് എൻ്റെ അപ്പൻ അറിയാം. My father knew how much I could lift. മറ്റുള്ളവർ അതിലും വലുതെടുത്തു വെക്കുമെന്നുള്ള ഒരു ഭയം എൻ്റെ അപ്പനുണ്ടായിരുന്നു. My father was always scared that somebody might put a heavy rock on me. ഈ ലോകത്തിൽ അപ്പന് നമ്മെ കുറിച്ച്, തന്റെ മക്കളെ കുറിച്ച് കരുതലുണ്ടെങ്കിൽ സ്വർഗത്തിൽ അപ്പൻ എത്ര അധികമാണെന്ന് ഇന്ന് പകൽക്കാലം ദൈവമക്കൾ ഓർത്തിരിക്കണം. If the fathers of this earth have so much concern about us, how much more will our Lord have concern over us? ഞാനും നിങ്ങളും ചുമക്കാവുന്ന ഭാരത്തിന്റെ അളവ് എൻ്റെ അപ്പന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ഇന്ന് പകൽക്കാലം. Only that what we can bear, he will give it to us. ഞാനും നിങ്ങളും ചുമക്കാവുന്ന വേദന എത്രയാണെന്ന് എൻ്റെ യേശുവപ്പന്റെ പുസ്തകത്തിലുണ്ട്. അതിനപ്പുറം ഒന്നില്ല. His book has that note that how much pain I can bear. ആര് കൈവിട്ടാലും കൈവിടാത്ത ഒരു നാഥൻ ഇന്ന് പകൽക്കാലം നമ്മോട് There is a Lord who shall not forsake us, or whatever, whomever forsakes us. ഹല്ലേലൂയ. മറ്റു ചിലരുണ്ട് ദൂരത്തുനിന്ന് നോക്കിക്കൊണ്ടിരിക്കുക, അവന് എന്ത് വരുന്നെന്ന് നോക്കി കാണുവാൻ. Some others watch us from far away. ഇതുവരെ കൂടെ ഉണ്ടായിരുന്നു, നല്ലവണ്ണം കൂടെ തിന്നു കുടിച്ചു സന്തോഷിച്ചു സല്ലപിച്ചു. എന്നാൽ പ്രതിസന്ധി വരുമ്പോൾ അവൻ എന്തു ഭവിക്കുമെന്ന് ദൂരത്തു നോക്കി നിൽക്കുന്ന മിരിയാം നോക്കി നിന്നത് പോലെ നോക്കി നിൽക്കുന്ന അവൻ എന്തു ഭവിക്കുമെന്ന്. They were breaking bread with us one point. They were sharing with us at our table. Now when we hit a hard time, they are far away. And like Miriam watching over Moses, they might be watching us from far away. എന്നാൽ പ്രിയമുള്ളവരെ, നീ നോക്കി നിൽക്കുന്നിടത്ത് തന്നെ, അല്ലെങ്കിൽ എവിടുന്ന് കൊട്ടാരത്തിൽ ആജ്ഞ പുറപ്പെട്ടുവോ അവിടുന്ന് തന്നെ നിന്നെ കരുതുവാനുള്ള ഒരു ദൂതനെ അയക്കുന്ന ഒരു ദൈവമാണ് ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങൾ ആരാധിക്കുന്നത്. There is a Lord God who sends his angel at the same palace where the predicament came, the murderous edict came. The same salvation also comes from the same palace. ഇന്ന് പകൽക്കാലം മാമച്ചനല്ല നിങ്ങളോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ഇന്ന് പകൽക്കാലം നിങ്ങളോട് സംസാരിക്കുന്നത്. Today morning it is not Mamajan who is preaching to you, it is the Holy Spirit of God that is preaching to you. മറ്റൊരു കൂട്ടരുണ്ട്, അല്ലെങ്കിൽ കൂടെ നടക്കും, അല്ലെങ്കിൽ അവസാനം വരുമ്പോൾ അല്ലെങ്കിൽ കൈ കഴുകി മാറുന്ന ഒരു കൂട്ടരുണ്ട്. But then there are others who walk with us, but at the right time they will wash their hands off us and they will walk away. ഇതുവരെ കൊള്ളാമായിരുന്നു, ഇതുവരെ നന്നായിരുന്നു, എന്നാൽ ഇപ്പോൾ അവൻ എന്തു പറ്റിയെന്ന് എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു കൈ കഴുകി മാറി. ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല, എന്നാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ അവനോട് ചെയ്തു കൊള്ളുവേൻ. Oh, I was okay until this point. Now I don't know what happened to this person. See, I have nothing to do with this. He is in your hands. Do whatever you want to do with him. ദൈവമക്കളെ, ഞാനും നിങ്ങളും അതിൽ ആരുടെ കൂട്ടത്തിലാണ്? Oh, with whom are we now? നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർക്കുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. There is a Lord who remembers us in our humiliation. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നമ്മോട് കരുണ കാണിക്കുന്ന ദൈവം. There is a Lord who shows mercy for us. അപ്പോസ്തലനായ പൗലോസ് ഹല്ലേലൂയ തന്റെ രോഗത്തിന് വേണ്ടി ഹല്ലേലൂയ
ദൈവത്തോട് പ്രാർത്ഥിച്ചു. Apostle Paul is praying before God for his infirmity. ദൈവത്തിന്റെ അരുളിപ്പാട് ലഭിച്ചത് എന്റെ കൃപ നിനക്ക് മതി. But Lord speaks to him, my grace is sufficient for you. ഇന്ന് പകൽക്കാലം നിന്റെ ബലഹീനതയിൽ നിന്നെ താങ്ങുവാൻ എന്റെ ദൈവത്തിന്റെ കൃപ മതി. Today God's grace is enough to support you in your trouble. നിന്റെ വിഷയത്തെ നിന്നെ താങ്ങുവാൻ, നിന്റെ പ്രതിസന്ധിയിൽ നിന്നെ താങ്ങുവാൻ എന്റെ ദൈവത്തിന്റെ കൃപ മതി. My God's grace is enough to uphold you in your trouble. ഇന്ന് പകൽക്കാലം അത് ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാണ്. It will be fulfilled in your weakness. ഇന്ന് പകൽക്കാലം നമ്മുടെ താഴ്ചയിൽ നമ്മെ താങ്ങുന്നതാണ്. It will be perfected in your weakness. നമ്മുടെ ദുഃഖത്തിൽ നമ്മോട് കൂടെ ഇരിക്കുന്നതാണ് ദൈവത്തിന്റെ കൃപ. Yeah, God's grace will stay with us in our grief. ഇന്ന് പകൽക്കാലം അതുകൊണ്ട് ഹല്ലേലൂയ, നമ്മെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈക്കീഴിൽ ഇന്ന് പകൽക്കാലം നമുക്ക് താണിരിക്കാം. So let us be submissive under his hands so that we will be raised at the right time. ഹല്ലേലൂയ. 113 സങ്കീർത്തനം 7 വാക്യം പറയുന്നു, അവൻ എളിയവനെ പൊടിയിൽ നിന്നും എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും ചെയ്യുന്ന ദൈവം. 113:7. 113:7 Psalms. അവൻ എളിയവനെ പൊടിയിൽ നിന്നും ദരിദ്രനെ കുപ്പയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്ന ദൈവം. He raises the poor from the dust and lifts the needy from the garbage pile. ഇന്ന് പകൽക്കാലം നല്ല ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? So let us be surrendering ourselves before that great God. നമ്മുടെ താഴ്ചയെ നാം താണു പോകാതിരിക്കുവാൻ നമ്മുടെ കർത്താവായ യേശു നമുക്ക് വേണ്ടി താഴെ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. Our Lord came down this earth so that we won't go down into the pit. എന്റെ യേശുവിന് അറിയായിരുന്നു നിന്നെ കൈവിടും, നിന്റെ അപ്പൻ കൈവിടും, നിന്റെ അമ്മ കൈവിടും, നിന്റെ സഹോദരങ്ങൾ കൈവിടും, നിന്റെ മക്കൾ കൈവിടും. എന്നാൽ നിന്നെ കൈവിടാത്തൊരു ദൈവം, അല്ലെങ്കിൽ ആ കർത്താവ് നിനക്ക് വേണ്ടി താഴെ ലോകത്തിലേക്ക് നീ ജനിക്കുന്നതിന് മുമ്പേ കാൽവരി ക്രൂശിന്മേൽ നിനക്ക് വേണ്ടി പരമയാഗമായി തീർന്നു. എന്തിനാണെന്നറിയാമോ? നീ താണു പോകാതിരിക്കുവാൻ, നീ നശിച്ചു പോകാതിരിക്കുവാൻ, നീ ലജ്ജിച്ചു പോകാതിരിക്കുവാൻ, നീ നിന്നെ അപമാനം ഏൽക്കാതിരിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന ഒരു ക്രിസ്തു. Our Lord Christ knew that others will forsake us. So even before we were born, he came down to this earth, then went upon the cross so that we won't go down into the pit. യെശയ്യാ പ്രവചനം 53 അധ്യായം അതിന്റെ 4 വാക്യം പറയുന്നു, സാക്ഷാൽ അവൻ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു. Isaiah 53:4 says like this, he took up our sickness. അവൻ നമ്മുടെ വേദനകളെ ചുമന്നു. He himself bore our sickness and carried our pains. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു വിചാരിച്ചു. But we in turn regarded him stricken. എന്നാൽ അങ്ങനെയല്ലായിരുന്നു, അവൻ നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി മുറിവേറ്റു. But he was pierced because of our transgressions, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ തകർന്നു. crushed because of our iniquities. അവൻ നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേൽ വഹിച്ചു. Punishment for our peace was on him. ഹല്ലേലൂയ. അതിന്റെ 7 വാക്യം, അവൻ തന്നെത്താൻ താഴ്ത്തി വായ് തുറക്കാതിരുന്നിട്ട് അവനെ പീഡിപ്പിക്കപ്പെട്ടു. He did not open his mouth like a lamb, yet like a sheep silent before shearers. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിന് മുമ്പാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെ അവൻ വായ് തുറക്കാതിരുന്നു. He did not open his mouth like a lamb. അവൻ പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടു. He was taken away because of oppression and judgment. ദൈവമേ, മക്കളെ, അത് നമുക്ക് വേണ്ടി, നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർക്കുവാൻ വേണ്ടിയാണ്. That is because he remembered us in our humiliation. നാം ഞാനും നിങ്ങളും ജനിക്കുന്നതിന് മുമ്പേ നമുക്ക് വേണ്ടി പരമയാഗമായി നമ്മുടെ താഴ്ച അവൻ ക്രൂശിന്മേൽ വഹിച്ചു. Even before we were born, our Lord came and took up our sins upon him. എന്റെ ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം ഞാൻ സത്യമായ ഒരു വാക്യം പറയട്ടെ, ആര് തകർക്കാൻ നോക്കിയാലും നീ തകരത്തില്ല. നിന്നെ ഉയർത്തിയ ഒരു ദൈവം നിന്നോട് കൂടെയുണ്ട്. Let me tell you one truth, my dear ones. Whomever tries, they won't be able to destroy you, because there is a Lord God who has raised you up. ഇന്ന് പകൽക്കാലം അല്ലെങ്കിൽ ആ നല്ല ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. So let us be surrendering ourselves before him. അവൻ നമുക്ക് വേണ്ടി പ്രാണവേദനയിലായി. He went through severe pain for our sake. അവൻ നമുക്ക് വേണ്ടി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. He started praying for us. അവന്റെ വിയർപ്പ് തുള്ളി നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളികളായി. His perspiration fell on the ground like blood drops. എന്തിനു വേണ്ടി? നമുക്കും എനിക്കും നിങ്ങൾക്കും വേണ്ടി. For each one of us. ഹല്ലേലൂയ. നാം താണു പോകാതിരിപ്പാൻ, so that we won't go down into the pit. യെശയ്യാ പ്രവചനം 50 അധ്യായത്തിന്റെ 6 വാക്യം പറയുന്നു, അടിക്കുന്നവർക്ക് അവൻ തന്റെ മുതുകും രോമം പറിക്കുന്നവർക്ക് തന്റെ കവിളും കാണിച്ചു കൊടുത്തു. എന്റെ മുഖം നിന്ദയ്ക്കും തുപ്പലിനും മറച്ചതുമില്ല.
Isaiah 50 verse 6 says like this, I gave my back to those who beat me, and my cheeks to those who tore out my beard. I did not hide my face from scorn and spitting. ഇന്ന് പകൽക്കാലം തിരുമേശ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. Today, the table of the Lord is before us. ഹല്ലേലൂയ, ഇത് നമ്മെ ഒന്ന് വിളിച്ചറിയിക്കുന്നു. ഹല്ലേലൂയ, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശന്മേൽ മരിച്ച കർത്താവ് ഇതുവരെയും വന്നിട്ടില്ല. This speaks one thing to us, that our Lord God who died for us on the cross is not yet back. പല ഗോതമ്പ് മണിയായിരുന്ന ഹല്ലേലൂയ മണിയെ ചക്കിൽ കൊണ്ടുപോയി അതിനെ പൊടിച്ച് ഒരപ്പമാക്കി ഹല്ലേലൂയ അതിനെ ഹല്ലേലൂയ ഇവിടെ നമ്മുടെ മേശയെങ്കിൽ ഹല്ലേലൂയ ഞുറുക്കപ്പെടുമ്പോൾ ഹല്ലേലൂയ അതുപോലെ ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവരി കൊലക്കളത്തിൽ നമുക്ക് വേണ്ടി ഞുറുക്കപ്പെട്ടു. Grains of wheat was taken to the mill, it was crushed to make this bread, and now when we break this bread, same way our Lord God got broken on the cross. ഇതിനപ്പുറം നമുക്ക് വേണ്ടി തരുവാൻ ഇനി ഒന്നുമില്ല, ഒരു യാഗവുമില്ല. There is nothing more than this for him to give us. പ്രിയമക്കളെ, ഇന്ന് പകൽക്കാലം ആരെങ്കിലും പ്രതിസന്ധികളിലായിരിക്കുന്നെങ്കിൽ, എന്നെ പോലെ ദുഃഖത്തിലോ പ്രയാസത്തിലോ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, നമ്മെ താങ്ങുന്ന ഒരു ക്രിസ്തു, നമ്മെ സ്നേഹിക്കുന്ന ഒരു അപ്പൻ നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ള ധ്യാനത്തോടെ നാം മുന്നോട്ട് കടന്നു പോകുവാൻ ദൈവവചനം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. If anybody here is going through pain like me, let me exhort you that our Lord God is with us, who will deliver us from it. നമുക്ക് വേണ്ടി അവൻ വിരൂപമായി തീർന്നു. He became so torn apart for our sake. യെശയ്യാപ്രവചനം 52:4 പറയുന്നു, അവന്റെ രൂപം കണ്ടാൽ അവന്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്ന് തോന്നുമാറ് വിരൂപമാക്കപ്പെട്ടു. Isaiah 53:4 says his face was broken. 52:14 says അവന്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും അവന്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്ന് തോന്നുമാറ് ഹല്ലേലൂയ അവന്റെ മുഖം വിരൂപമാക്കി കിട്ടു. His appearance was so disfigured that he did not look like a man. His form did not resemble a human being. മത്തായി 26:67 പറയുന്നു, അപ്പോൾ അവർ അവന്റെ മുഖത്തു തുപ്പി അവനെ മുഷ്ടി കൊണ്ട് കുത്തി, ചിലർ അവനെ കന്നത്തടിച്ചു. In the book of Matthew we read that they spat on his face, they pulled out his beard. ഒരു വാക്ക് കൽപ്പിച്ചാൽ ഇവരെല്ലാം മാറിപ്പോകാമെന്നതേ ഉള്ളൂ. If he had said a word, everybody would have been destroyed. ഇതെല്ലാം ക്രൂശിന്മേൽ സഹിച്ചത് എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ്. But he suffered each and everything for us on the cross, for you and for me. എന്റെ കർത്താവിന് അറിയായിരുന്നു എല്ലാവരും തള്ളപ്പെടുന്ന ഒരു ജനത, ഒരു കൂട്ടം എനിക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടിട്ടുണ്ട്. Because our Lord knew that there will be a group of people who are rejected by everybody, who needs my help. കർത്താവ് യേശു ആ ക്രൂശിൽ ഹല്ലേലൂയ നമുക്ക് വേണ്ടിയാണ് യാഗമായി തീർന്നത്. He became a sacrifice on that cross for our sake. ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങൾ ഒറ്റയ്ക്കല്ല, നമ്മോട് കൂടെ നമ്മുടെ കർത്താവുണ്ട്. So today we are not alone, but our Lord is with us. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർക്കുന്ന ഒരു ദൈവം നമ്മോട് കൂടെ There is a Lord that remembers us in our humiliation. ഹല്ലേലൂയ, ആ നല്ല ദൈവത്തിന്റെ കരത്തിലേക്ക് നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? So let us give unto himself. മത്തായി 27:29-30 പറയുന്നു, മുള്ളുകൊണ്ട് ഒരു കിരീടം മിടഞ്ഞു അവന്റെ തലയിൽ വെച്ചു, ഒരു കയ്യിൽ ഒരു കോലും കൊടുത്തു. In the book of Matthew we read that they made a crown of thorns and beat it upon his head, and then he gave a staff into his hand. തങ്ക കിരീടം വെക്കേണ്ട തലയിൽ മുള്ളുകൊണ്ട് ഹല്ലേലൂയ ഒരു കിരീടം ഉണ്ടാക്കി അവന്റെ തലയിൽ വെച്ച് കോലുകൊണ്ട് അടിച്ചു. There should have been a crown of gold on his head. Instead they gave him a crown of thorns. യേശുവിന്റെ തലയിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകി. And blood started flowing down from his head. ആ ക്രൂശ് മുഴുവനും രക്തത്താൽ ഒഴുകി. That cross is now soaked with his blood. ആ രക്തം ഇന്ന് പകൽക്കാലം നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിലെ രക്തം ഇന്ന് പകൽക്കാലം എനിക്കും നിങ്ങൾക്കും വേണ്ടി വലിയ രക്ഷയായി മാറി. And that blood became our salvation today. ക്രൂശമേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടെന്നുള്ള മേലെടുത്തു മാറ്റി എഴുതി ആ ക്രൂശ് നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ശാപങ്ങൾക്ക് രക്ഷയായി മാറുവാൻ ഇടയായി. And that cross which was a cursed thing became a blessing for our sake. 22-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, 22-ാം സങ്കീർത്തനം അതിന്റെ അല്ലെങ്കിൽ 11-ാം വാക്യം, കഷ്ടമടുത്തിരിക്കാൽ എന്നെ വിട്ടകർന്നവരെ സഹായിപ്പാൻ മറ്റാരുമില്ലല്ലോ. Psalms 22:11 says like this, do not be far from me, because distress is near and there is no one to help. അനേകം കാളകൾ എന്നെ വളഞ്ഞു. Oh, many bulls surround me.
ബാശാൻ കൂറ്റന്മാർ എന്നെ ചുറ്റിയിരുന്നു. Strong ones of Bashan encircle me. ബോക്ഷതയോട് അലറുന്ന സിംഹം പോലെ അവർ എന്റെ നേരെ വായ് പിളർന്നു. They open their mouths against me, lions are mauling and roaring. ഞാൻ വെള്ളം പോലെ തൂകിപ്പോയി. I am poured out like water, എന്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരുന്നു. and all my bones are disjointed. എന്റെ ഹൃദയം മെഴുകുപോലെയായി. My heart is like wax, എന്റെ കുടലിന്റെ നടുകെ ഉരുകിയിരിക്കുന്നു. and it is melting within me. യേശു ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പേ ദാവീദ് പ്രവാചകൻ പ്രവചിച്ചെഴുതിയിരിക്കുകയാണ് 22-ാം സങ്കീർത്തനം യേശു ക്രിസ്തുവിന് അനുഭവിക്കാൻ പോകുന്ന കഷ്ടത്തെ കുറിച്ച്. David is prophesying what his Christ is going to suffer in Psalms 22 many years before Jesus' birth. ഈ വചനം ഒന്ന് ധ്യാനിക്കുമ്പോൾ നമ്മുടെ കഷ്ടങ്ങൾ സാരമില്ല. When we meditate on all this pain, our problems are nothing before it. നാം കൊള്ളേണ്ട സ്ഥാനത്ത്, നാം തുപ്പലേൽക്കേണ്ട സ്ഥാനത്ത്, നാം മുൾക്കിരീടം ധരിക്കേണ്ട സ്ഥാനത്ത് നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിന്മേൽ നമ്മുടെ യേശു സകലവും വഹിച്ചു. It was each one of us who should have been gone through this trouble. Instead of that, the Lord took it upon himself. അവൻ ക്ഷീണിതനായ വചനം പറയുന്നു, എന്റെ ശക്തി ഓട്ട് കഷ്ണം പോലെ ഉണങ്ങിയിരിക്കുന്നു. Oh, I am so broken. എന്റെ നാവ് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നു. My tongue sticks to the roof of my mouth. നീ എന്നെ മരണത്തിന്റെ പൊടിയിലിട്ടുമിരിക്കുന്നു. You put me into the dust of death. നായ്ക്കൾ എന്നെ വളഞ്ഞു, ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരുന്നു. Dogs have surrounded me. Gang of evildoers has closed in on me. അവർ എന്റെ കൈകളെയും കാലുകളെയും തുളച്ചു. They pierced my hands and my feet. എന്റെ അസ്ഥികളൊക്കെ എനിക്ക് എണ്ണാം. I can count all my bones. അവരെന്നെ ഉറ്റുനോക്കുന്നു. People look and stare at me. എന്റെ വസ്ത്രം അവർ പകുത്തെടുത്തു. They divided my garments. എന്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു. And they cast lots for my clothing. ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം ഈ സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുന്നത് നമുക്ക് വേണ്ടി ഒരു രക്ഷകൻ കാൽവരി ക്രൂശിന്മേൽ യാഗമായി തീർന്നു. My dear ones, this psalm today teaches us, for our sake there was a Savior who hung on the cross. നമ്മെ തന്നെ ഇന്ന് പകൽക്കാലം തിരുമേശയുടെ മുമ്പാകെ ഒന്ന് സമർപ്പിക്കാമോ? Let us submit ourselves before we enter into the table of the Lord. ഇതിലേക്ക് കൈ നീട്ടുമ്പോൾ, ദൈവമേ, നീ എനിക്ക് വേണ്ടി യാഗമായി തീർന്നു, എന്റെ കുറവുകളെ ക്ഷമിക്കണമേ എന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? When we stretch forth our hands onto this table, let us have this prayer in our heart. Lord, you became sacrifice for me. Wash my sins. I ask your forgiveness for all my sins. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. നമ്മുടെ താഴ്ചയെ നമ്മെ ഓർത്ത ദൈവം നമ്മോട് കൂടെയുണ്ട്. Let me conclude my words. The Lord who remembered us in our humiliation, He is with each one of us. ഏത് വിഷയത്തിനും മറുപടി നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിലുണ്ട്. He has answer for every problem that we are facing. ഒരു ഡോക്ടറിന്റെ അടുത്ത് പോയാൽ അത് അസ്ഥിയുടെ ഡോക്ടറെ കണ്ട അസ്ഥിക്ക് മാത്രമേ ട്രീറ്റ്മെന്റ് ചെയ്യുകയുള്ളൂ. If you go to an ortho, only you will have a solution for your bones. കണ്ണിന്റെ ഡോക്ടറെ കാണാൻ പോയ കണ്ണിന് മാത്രമേ ട്രീറ്റ്മെന്റ് ലഭിക്കുകയുള്ളൂ. If you go to the eye doctor, only your eyes will be checked. എന്നാൽ തിരുവചനത്തിന്റെ മുൻപാകെ നാം കടന്നു ചെല്ലുമെങ്കിൽ, അതിന്റെ മുൻപാകെ നാം മുട്ടുമടക്കുമെങ്കിൽ, നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ എല്ലാം ഈ വചനത്തിനകത്തുണ്ട്. However, if we kneel down before our Lord, every answer is in this word. അത് രോഗമാകട്ടെ, താഴ്ചയാകട്ടെ, വീഴ്ചയാകട്ടെ, മക്കളുടെ വിഷയമാകട്ടെ, നമ്മുടെ ജോലി സംബന്ധമായ വിഷയമാകട്ടെ, ഏത് വിഷയത്തിൽ ഭാരപ്പെടുന്നുവോ, ഇന്ന് പകൽക്കാലം ആ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുവാൻ തയ്യാറാകുമെങ്കിലോ, നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർക്കുവാൻ, നമ്മുടെ വിഷയത്തിന്മേൽ നമുക്ക് വേണ്ടി ഇറങ്ങി വരുവാൻ മതിയായ ഒരു ദൈവത്തെയാണ് ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. It doesn't matter what the problem we are going through, if it is our career problem, if it is our children's problem, if it is illness or whatever it is, there is answer for everything, because there is a Lord God who remembers us in our humiliation. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. May the Lord bless us with these words. ഇത്രത്തോളം സമയം തന്ന സഭയ്ക്കും ദാസനും I express my gratitude to you all. Praise the Lord.